രാജസ്ഥാൻ ജയിക്കേണ്ട മത്സരമായിരുന്നു. അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ടാണ് സഞ്ജു ഇന്ന് ഔട്ടായത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ ഇന്ന് ജയിച്ചേനെ. ഇന്ന് ഡൽഹി കളി തോറ്റെങ്കിൽ അവരെ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കാണാതെ പുറത്താകും. അതുകൊണ്ട് തന്നെ അമ്പയറും ഡൽഹി ടീമും ഒത്തുകളിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം ദേഷ്യപ്പെട്ട് രാജസ്ഥാന്റെ കോച്ച് സംഘക്കാരെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പന്തും സഞ്ജുവുമാണെന്ന് നേർക്കുനേർ വന്നത്. എന്നിട്ട് സഞ്ജുവിനെ ചതിച്ച് ഔട്ടാക്കി ഡൽഹി ടീം ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം സംഘക്കാരെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇത് ശരിക്കും ചതി തന്നെയാണ്. TV റീപ്ലേകളിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നുണ്ട്. എന്നിട്ടും അമ്പയർ എന്തുകൊണ്ടാണ് അത് ഔട്ട് കൊടുത്തത്? ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അമ്പയർ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് ഒത്തുകളിച്ചു. അതാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. സഞ്ജുവിന്റെ ഒരു സെഞ്ചുറിയാണ് മിസ്സായത്. അദ്ദേഹത്തിന് സെഞ്ചുറി അടിപ്പിക്കാതിരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ മാച്ച് തോറ്റാലും ഒന്നും തന്നെ സംഭവിക്കില്ല. എന്നാൽ ഡൽഹി ടീമിന്റെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് തോറ്റാൽ അവർ പുറത്താണ്. അതവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡൽഹി ടീം അമ്പയറുമായിട്ട് ഒത്തുകളിച്ചു. ഞങ്ങൾ ഇന്നത്തെ മാച്ച് ജയിക്കേണ്ടതായിരുന്നു. സഞ്ജുവിനെ മനഃപൂർവ്വം തന്നെയാണ് അമ്പയർ ഔട്ടാക്കിയതെന്ന് സംഘകാര വ്യക്തമാക്കി. കളി കണ്ട ആർക്കും ഇത് തോന്നിപ്പോകും. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ട് തന്നെയാണ് സഞ്ജു ഔട്ടായത്. അതിൽ ആർക്കും തന്നെ തർക്കമില്ല. എന്നാൽ ഇവിടെ ആരാധകർ പറയുന്നത് ഡൽഹി ടീമുമായിട്ട് അമ്പയർ ഒത്തുകളിച്ചു എന്നാണ്. കാരണം ഇന്ന് ഡൽഹി തോറ്റാൽ അവർ പുറത്താണ്. അതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി അമ്പയർ മാക്സിമം അവരുടെ ഭാഗത്ത് നിന്നു. സഞ്ജു ഔട്ടായില്ലെങ്കിൽ അവർക്കിന്ന് ജയിക്കാൻ സാധിക്കില്ലെന്ന് ഡൽഹിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിനെ ചതിച്ച് ഔട്ടാക്കി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.